ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാന്റെ ദീർഘകാലത്തെ പദ്ധതി എന്നത് അവർക്ക് എങ്ങനെയെങ്കിലും അണുവായുധം ലഭ്യമാകണം എന്നുള്ളതാണ്. ഇനി അണുവായുധം ലഭ്യമാക്കാതെ തടയാനുള്ള ഒരു ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ടെന്ന് ഇസ്രായേലും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം ഇറാന്റെ പക്കൽ ഏതെങ്കിലും ഒരു കാലത്ത് അണുവായുധം ലഭിക്കുകയാണെങ്കിൽ അത് അടുത്ത ദിവസം തന്നെ ഇസ്രായേലിന് നേരെയായിരിക്കും പരീക്ഷിക്കുന്നത്. ഈ ഒരു ഭയം ഇസ്രായേലിന് എന്നുമുണ്ട്. ഇസ്രായേൽ ഉണ്ടാകാൻ പാടില്ല. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിന്റെ ഭാവിക്ക് തന്നെ വലിയൊരു ഭീഷണിയായി മാറും. അതിനാൽ ഇസ്രായേലിനെ നശിപ്പിക്കണം എന്നുള്ളതാണ് ഇറാന്റെ ഒരു മുദ്രാവാക്യം. ഡെഡ് ടു ഇസ്രായേൽ, ഡെഡ് ടു അമേരിക്ക എന്ന ഒരു മുദ്രാവാക്യം ഇറാൻ എപ്പോഴും നൽകും. ഇതെല്ലാം ശരിയായി ചിന്തിച്ചെടുത്ത ഇസ്രായേൽ ശരിയായ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടോടുകൂടി തന്നെ എങ്ങനെ കൃത്യമായി ആക്രമിക്കണമോ അവിടെ തന്നെ ആക്രമിക്കുകയും പ്രധാനപ്പെട്ട വ്യക്തികളെ എല്ലാം ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇറാൻ അവരുടെ ഡ്രോണിനെ ഇസ്രായേലിനെതിരെ അയച്ചു. ഇത് നമുക്കറിയാം. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ആ ഡ്രോൺ ഇസ്രായേൽ വ്യോമാതിർത്തിക്കുള്ളിൽ നുഴഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അതിനെ കൊണ്ട് എന്തെങ്കിലും അറ്റാക്ക് നടത്താൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു സംശയമാണ്. ഒരുപക്ഷെ അറ്റാക്ക് നടത്തിയെന്നും വരാം. ഇനി അതിനുള്ള കാരണം എന്താണെന്നുള്ളതും നമുക്കറിയാം. ഇത് ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തിന്റെ രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ്. എന്ത് സംഭവിച്ചു എന്ന് വിശദമായി അറിയാം. ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണോ ഇറാൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തേക്ക് ഇറാനെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. IRGCയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുതൽ അയത്തുള്ള ഖമേനിയുടെ വലത് കൈ ഉൾപ്പെടെ എല്ലാവരെയും ഇസ്രായേൽ ഇപ്പോൾ നശിപ്പിച്ചു. 6 പേരുടെ ചിത്രം പുറത്തുവിട്ടു. ഈ 6 പേരും ഇന്നത്തെ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടു എന്ന് അവർ ഒഫീഷ്യലായി തന്നെ ഇസ്രായേൽ അറിയിപ്പ് പുറത്തുവിട്ടു. കഴിഞ്ഞ വീഡിയോയിൽ അവരുടെ പേരും അവർ ഏത് ഡെസിഗ്നേഷനിലാണ് എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 6 വ്യക്തികളിൽ 2 പേർ സയന്റിസ്റ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 25 വർഷമായി ഇറാൻ ഞങ്ങൾ അണുവായുധം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴെല്ലാം നിങ്ങളുടെ രാജ്യത്ത് അണുവായുധം വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് നെഗോസിയേഷൻ പല രാജ്യങ്ങൾ നടത്തിയിരുന്നു. ചില രാജ്യങ്ങൾ ഇതൊരു ചർച്ചയായി തന്നെ നടത്തി. മറ്റു രാജ്യങ്ങൾ ഇതൊരു മുന്നറിയിപ്പായി നൽകി. വീണ്ടും ചില രാജ്യങ്ങൾ ഒരു അഭ്യർത്ഥന പോലെയാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ കഴിഞ്ഞ 25 വർഷം മുന്നോട്ട് പോയി. ഇതേ ഇറാൻ യൂറോപ്പിനെ വിശ്വസിച്ച് നശിച്ചുപോയി എന്ന് പറയുന്നതാകും ശരി. ഇതേ ഇറാൻ റഷ്യയെ ആശ്രയിച്ച് പലയിടങ്ങളിലും റഷ്യ നമുക്ക് വലിയ രീതിയിൽ പിന്തുണയ്ക്കും എന്ന് വിശ്വസിച്ച് അവിടെയും ഇറാന് നിരാശ മാത്രമായിരുന്നു ബാക്കി വന്നത്. ഒടുവിൽ ഇറാൻ നമുക്ക് സ്വയം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്ന് ചിന്തിച്ചാണ് യുറേനിയം എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ അണുവായുധം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം അവർ ഇറങ്ങിയത്. ഇന്ന് നെതന്യാഹു ഒരു സ്പീച്ച് കൊടുത്തു. ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും ഇറാന്റെ പക്കൽ യുറേനിയം എൻറിച്ച്മെന്റ് അവർ വർദ്ധിപ്പിക്കുകയാണ്. ഒരു പക്ഷേ 1 വർഷത്തിനുള്ളിൽ തന്നെ അവരെ കൊണ്ട് ഒരു അണുവായുധം നിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ ഒരു അണുവായുധം അല്ല, 9 അണുവായുധങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷി ഇറാന് ഉണ്ടെന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. അതിനാൽ ഈ 9 അണുവായുധം ഇത് ഇറാന്റെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകില്ല. അതുമാത്രമല്ല, ഇറാന്റെ യുറേനിയം എൻറിച്ച്മെന്റ് ഫെസിലിറ്റി, ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഫെസിലിറ്റി ഇവയെല്ലാം ഞങ്ങൾ പിൻ പോയിന്റ് ചെയ്തു. ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ ഈ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം ഒരു സാധാരണ കാര്യം അല്ല. ഒരു വലിയ അപ്പാർട്ട്മെന്റ്, ഒരു 10-15 നില കെട്ടിടം എന്ന് ചിന്തിക്കുക. അതിന്റെ 4ാം നിലയിൽ 3ാമത്തെ ഡോറിന്റെ അടുത്ത് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ നോക്കി ഒരു മിസൈൽ പോയി. ഇനി 5ാം നിലയിൽ 6ാമത്തെ മുറിയിലാണ് ഒരാൾ ഉള്ളതെങ്കിൽ അവിടെ നോക്കി മാത്രം ഒരു മിസൈൽ പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഏതൊരു ബിൽഡിങ്ങിന്റെ മറ്റേതൊരു പോർഷൻസിലേക്ക് മിസൈൽസ് പോയിട്ടില്ല. അത്രത്തോളം കൃത്യമായി തന്നെ ഇസ്രായേൽ ഇറാനുള്ളിലെ ഓരോ വ്യക്തികളെയും നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ IRGC കമാൻഡിംഗ് ഓഫീസേഴ്സ് അവരുടെ മീറ്റിംഗ് എവിടെയാണ്, അവർ ഇസ്രായേലിനെതിരെ എന്ത് പദ്ധതിയാണ് നടത്തുന്നത്, ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേൽ ഇതാണ് ശരിയായ സമയം എന്ന് ചിന്തിച്ച് അവിടങ്ങളിൽ നോക്കി ആക്രമിക്കാൻ തുടങ്ങി. ഇതിന് ട്രംപ് പറഞ്ഞത് ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ തെറ്റ് തന്നെയാണ്. ട്രംപ് മാത്രമല്ല, UK, അമേരിക്ക, ഇസ്രായേൽ ഇവരുടെ ഫ്ലൈറ്റുകളെല്ലാം ഇറാനിൽ നിന്ന് തിരിച്ച ഡ്രോൺസിനെ എല്ലാം തടസ്സപ്പെടുത്തുകയാണ്. ജോർദാന്റെ സൈന്യം പറഞ്ഞത് ഇന്ന് ഇറാന്റെ ഡ്രോൺസ് എല്ലാം ഞങ്ങളുടെ വ്യോമാതിർത്തിക്കുള്ളിൽ വന്നു, ഞങ്ങൾ ഇതിനെ നശിപ്പിച്ചു എന്നും പറഞ്ഞു. ജോർദാനോട് ഇറാൻ അത് ഞങ്ങൾ അയച്ച ഡ്രോൺ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഇല്ല, എന്റെ വ്യോമാതിർത്തി നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ജോർദാൻ പറഞ്ഞത്. എന്നാൽ അതേ ജോർദാൻ തന്നെയാണ് ഇന്ന് ഇസ്രായേലിന്റെ സൈനിക വിമാനങ്ങൾ പറക്കുന്നതിന് അവരുടെ വ്യോമാതിർത്തി തുറന്നു കൊടുത്തത്.
അപ്പോൾ ടോപ്പിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ നഷ്ടമായ ഇറാനെ കൊണ്ട് അതിവേഗത്തിലുള്ള ഒരു ആക്രമണം മറുപടി കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ, നേതൃത്വം ഇല്ലാത്ത ഒരു സൈന്യം എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഉടനടിയുള്ള ഒരു തിരിച്ചടി തീർച്ചയായും ഉണ്ടാകില്ല. ഒരല്പം ഡിലേ ആയാൽ പോലും അവരിത് ചെയ്യും. കാരണം ഇറാന്റെ അവസ്ഥ എന്നതിപ്പോ ജീവൻ അല്ലെങ്കിൽ മരണം, അതാണ്. ഇതിനകം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1 അല്ലെങ്കിൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2, ഈ രണ്ടിലും ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തിയാൽ പോലും വലിയ നാശങ്ങളൊന്നും ഇസ്രായേൽ വിതച്ചിട്ടില്ല. അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇറാന് വലിയൊരു ദുരന്തം തന്നെയാണ് നൽകിയത്. നിരവധി തലമുറകളുടെ സ്വപ്നം തന്നെ നശിച്ചു എന്ന് പറയാം. അണുവായുധം എന്നത് ഇറാന്റെ ഒരു ഉറച്ച വിശ്വാസം എന്നതുപോലെയാണെങ്കിൽ ആ വിശ്വാസത്തെ ഇന്ന് ചില്ലായാണ് ഇസ്രായേൽ നശിപ്പിച്ചത്. ഓരോ ഫെസിലിറ്റിയെയും ആക്രമിച്ചു. ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചാണ് നശിപ്പിച്ചതെന്നും പറഞ്ഞു. അപ്പോ ഈ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടങ്ങളിലെല്ലാം ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ടായിരുന്നിരിക്കണം. കഴിഞ്ഞ തവണ ഇതുപോലെ ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മാറി മാറി ചില ട്രയൽസ് ഒക്കെ കാണിച്ചിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും. ആ ട്രെയിലറിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ട ലോകം വേറെ, ഇറാന്റെ അണ്ടർഗ്രൗണ്ടിൽ മറ്റൊരു ലോകം ഉണ്ടെന്ന രീതിയിൽ അവരുടെ മിസൈൽ ഫെസിലിറ്റീസ് എല്ലാം ഇറാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെയുള്ള മിസൈൽ ഫെസിലിറ്റിക്ക് എതിരെയും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ ഈ കൃത്യമായ ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത്? എങ്ങനെയാണ് കണ്ടത്? എങ്ങനെയാണ് ആക്രമിച്ചത്? എങ്ങനെ അവർ മരിച്ചു എന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചു? ഇതൊക്കെ ചോദിച്ചാൽ ഇസ്രായേൽ പറയുന്ന ഒരു മറുപടി, ഇതൊന്നും ഒരിക്കലും തെറ്റില്ല. കണക്കുകൂട്ടലുകൾ എവിടെയും പിഴയ്ക്കാറില്ല. 100% ഞങ്ങളുടെ ഡാറ്റ എല്ലാം വെരിഫൈഡ് ആണെന്നാണ് പറഞ്ഞത്. ഒരല്പസമയത്തിനുള്ളിൽ തന്നെ ഇറാന്റെ മാധ്യമങ്ങളിൽ നിന്നും വാർത്തകൾ പുറത്തു വരുന്നു. അതെ, ഇസ്രായേൽ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. അപ്പോ ഇറാൻ എന്ന രാജ്യത്തിനുള്ളിൽ തന്നെ ഇസ്രായേലിന്റെ നിരവധി സ്പൈ യൂണിറ്റ്സ് ഉണ്ട്. ഒരുപക്ഷെ ഇറാനുള്ളിലെ വ്യക്തികൾ തന്നെ ഇസ്രായേലിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ടെക്നോളജീസ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാതെ ഇറാനെ കൊണ്ട് പെട്ടെന്നൊരു വലിയ ആക്രമണത്തിന് ആസൂത്രണം ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾ റൈസിംഗ് ലൈൻ എന്ന ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. ഇത് ഇസ്രായേൽ പറഞ്ഞതാണ്. ഇതിൽ ഞങ്ങൾ തന്നെ ഞങ്ങളെ സിംഹമായി സൃഷ്ടിച്ചു, ഞങ്ങൾ തന്നെ ഞങ്ങളെ ഉയർത്തിപ്പിടിച്ചു. സമാനമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജൂതന്മാരെ തിരഞ്ഞ് തേടി പിടിച്ച് നശിപ്പിച്ചൊരു കാലം. ആ കാലഘട്ടത്തിലേക്ക് ജൂതന്മാരെ ഇനി കൊണ്ടുപോവുകയില്ല എന്നും നെതന്യാഹു പറയുന്നു. ഈ ഒരു യുദ്ധം ഇന്നോടുകൂടി അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യതയേ ഇല്ല. ഞങ്ങൾക്കുള്ളിലെ ഭീഷണി അവസാനിക്കുന്നത് വരെയും ഞങ്ങൾ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ശത്രു തന്നെ അതിനുള്ള വഴി തീരുമാനിക്കും എന്നാണ് നെതന്യാഹുവിന്റെ മറുപടി ഉണ്ടായിരുന്നത്. വളരെ ലളിതമായ മറുപടി. ശരി, സമാധാന ചർച്ച അല്ലെങ്കിൽ ഈ അണുവായുധം സംബന്ധിക്കുന്ന ചർച്ച അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നടന്നിട്ടുണ്ടല്ലോ. 5 ഘട്ടം നടന്നു. 6ാം ഘട്ടം സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ല, അതിനെ ഞങ്ങൾ മാറ്റിവെച്ചു എന്നാണ് ഇറാൻ പറഞ്ഞത്. ഒമാനിൽ വെച്ച് നടക്കേണ്ട 6ാമത്തെ ചർച്ച ഇനി ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഇത് ഇസ്രായേൽ ഒറ്റയ്ക്ക് ചെയ്തതാകാൻ സാധ്യതയില്ല. ഇതിന് പിന്നിൽ അമേരിക്കയുണ്ടെന്ന് ഇറാന് നന്നായി അറിയാം. അതിനാൽ അമേരിക്കയുമായുള്ള ചർച്ച ഞങ്ങൾ തന്നെ കുഴിയെടുക്കുന്നതിന് തുല്യമാണ്. അത്തരം ഒരു നിഗമനത്തിലാണ് ഇറാൻ എത്തിയത്. അപ്പോൾ 6ാം ഘട്ട ചർച്ച സംഭവിക്കാതിരിക്കുമ്പോൾ IAEA എന്ന സംഘടന, ഇന്റർനാഷണൽ തലത്തിൽ അറ്റോമിക് എനർജി ഏത് രാജ്യത്തിൽ ഉണ്ട്, ഇവിടങ്ങളെല്ലാം ഉണ്ടാകാൻ പാടില്ല, എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം കണക്കെടുക്കുന്ന ഈ IAEA സംഘടന ഇന്ന് അവരുടെ ഒരു വാർത്തയിൽ പറഞ്ഞത്, ഞങ്ങൾ ഇറാനിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പക്ഷേ ന്യൂക്ലിയർ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ, റേഡിയേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്നും പറഞ്ഞു. ഇല്ലല്ലോ, അവർ അണുവായുധം നിർമ്മിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല. ഇറാൻ സൃഷ്ടിച്ച ഹെവി വാട്ടർ പ്ലാന്റേഷൻ അല്ലെങ്കിൽ കൂടെ തന്നെ സൃഷ്ടിച്ച ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, ഇവിടങ്ങളിലെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിന് ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് IAEA പറഞ്ഞത്. ഇറാന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി, ഇദ്ദേഹവും കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നു. 200-ലധികം ഫൈറ്റർ ജെറ്റ്സ് ഉപയോഗിച്ചാണ് ഇന്ന് ഈ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തിൽ ഒരു വലിയ നാശം തന്നെ ഇറാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചില മണിക്കൂറിൽ തന്നെ ഇസ്രായേലിന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ ഇറാന്റെ ഡ്രോൺസുകൾ ആക്രമിക്കുമോ, അല്ലെങ്കിൽ ഇസ്രായേൽ എല്ലാം നശിപ്പിക്കുമോ? ഇതിനുശേഷം ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ നമുക്ക് അടുത്തടുത്ത ഭാഗങ്ങളിലൂടെ അറിയാം. അപ്പോൾ നമ്മൾ ഇതുവരെയും
ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ചുള്ള 2 വീഡിയോസ് കണ്ടു. ഇതിന്റെ അപ്ഡേറ്റ് ആയ അടുത്ത 3-ാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ താല്പര്യമുള്ളവർ ഇടയ്ക്ക് വോയിസ് ഓവയ്ക്ക് ഒന്ന് പരിശോധിച്ചാൽ മതി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം.